നമ്മൾ നമ്മുടെ മക്കളെ ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും ബോധ്യത്തിലും വളർത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടുമിക്ക അമ്മമാർക്കും അറിയില്ല എന്നതാണ് സത്യം. അവരെല്ലാം അവരുടെ മക്കളെ വളർത്തുന്നത് വലിയ വലിയ ഉദ്യോഗങ്ങൾ കിട്ടുവാനും വലിയ വലിയ റാങ്കുകൾ വാങ്ങാനും വലിയ നിലയിലാകുവാനും വേണ്ടിയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് ചിരിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ആരാണെന്നറിയാം? ആ വ്യക്തിത്വമാണ് നമ്മുടെ പിതാവിനും പരിശുദ്ധ ത്രിത്വത്തിനും എതിരായി നമ്മെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്ന സാത്താൻ. അവന് ഒരു ലക്ഷ്യമേ ഉള്ളൂ: മനുഷ്യകുലം ഏതു വിധേനയും നശിച്ചു പോകണം, ഒരിക്കലും രക്ഷപ്പെടുവാൻ പാടില്ല. പിതാവിന്റെ ഇഷ്ടം എന്റെ മകനെ തന്നെ ബലി നൽകിയാലും വേണ്ടില്ല, ഞാൻ അരുമയായി സൃഷ്ടിച്ച എന്റെ മനുഷ്യമക്കൾ നശിച്ചു പോകരുതെന്നുള്ള അതീവ ജാഗ്രതയിലാണ് പിതാവ് പുത്രനെ ബലി നൽകിയത്. എന്നാൽ വളരെ തന്ത്രപൂർവം നമ്മുടെ മാതാക്കളെ കയ്യിലെടുത്തുകൊണ്ട് ഏദൻ തോട്ടത്തിൽ എന്താണോ അവൻ ചെയ്തത് അതിപ്പോഴും തുടരുന്നു. അവൻ നമ്മൾക്ക് കാണിച്ചു തരുന്നു, ഈ IAS കിട്ടിയാൽ നിന്റെ മകൻ വലിയവനാകും, ഈ IPS കിട്ടിയാൽ നിന്റെ മകൾ അത്യുംഗ ശൃംഗത്തിലെത്തും, ഈ നിന്റെ മകൻ ഡോക്ടറായാൽ അവ ഉന്നത പഠനം നടത്തി വലിയ ഭിക്ഷുക്കരനായി മാറും. അപ്പൊ അതിന് നീ എന്തു വേണം? ദൈവത്തെ ആശ്രയിച്ചു നിന്നാൽ സമയം പോകുന്നത് അറിയില്ല. അതിനാൽ ദൈവത്തെ നമ്മൾക്ക് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പ്രാപിക്കാവുന്നതേയുള്ളൂ. കാരണം ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അതിനാൽ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് പിതാവെ, അറിയാതെ ഞാൻ പിഴച്ചുപോയി എന്നൊന്ന് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചാൽ എല്ലാ പാപങ്ങൾക്കും പൊറുതി കിട്ടും എന്ന് നിങ്ങളുടെ ഈ ചതിയനായ സഹോദരൻ ഉപദേശിച്ചു തരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു. ഫലമോ വയറ്റിൽ കുഞ്ഞുരുവായാൽ ഉടനടി ചെല്ലുന്നു, സ്കാൻ ചെയ്യുന്നു, ആണാണോ പെണ്ണാണോ നോക്കുന്നു. പെണ്ണാണെങ്കിൽ ഡോക്ടർക്കും IAS-നും പഠിപ്പിക്കുന്നു, ആണാണെങ്കിൽ IPS-നും പഠിപ്പിക്കുന്നു. അതിനുള്ള സീറ്റൊക്കെ ബുക്ക് ചെയ്തു. കുട്ടീനെ ഒന്ന് പ്രസവിച്ച് കിട്ടേണ്ട താമസം നമ്മൾ ഇവിടെ കിട്ടാവുന്ന ഏറ്റവും വലിയ ആരാധനാലയങ്ങളുടെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കും. ആരാധന പഠിപ്പിക്കാനല്ല കൊണ്ടുപോകണേട്ടാ. അവിടെ പഠിച്ചാൽ നല്ല വിദ്യാഭ്യാസം കിട്ടും. അവിടെ എപ്പോഴും ഇംഗ്ലീഷാണ് സംസാരിക്കുക. എന്റെ മോൻ പെട്ടെന്ന് നന്നാവും. അതാണ് ലക്ഷ്യം. ഈ മകനെ ഒരിക്കലും ഒന്ന് കുരിശ് വരയ്ക്കാൻ പോലും അറിയില്ല. കാരണം അവനെ പഠിപ്പിക്കേണ്ടതായ സമയത്ത് നമ്മൾ അവനെ പഠിപ്പിക്കാതെ അവന് വേണ്ടി നമ്മൾ ഒരുക്കിയത് ട്യൂഷൻ സെന്ററുകളും വലിയ വലിയ പേരെടുത്തുള്ള സ്കൂളുകളുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യം നാളെ ഇവനെ കണ്ട് 10 പിള്ളേരെ കിട്ടണം. അതിനുള്ള തത്രപ്പാടായിരുന്നു. അവിടെയും അവർ ദൈവത്തെ കുറിച്ചൊന്നും ഓതുന്നില്ല. ഫലമോ പരിശുദ്ധ ആൾത്താരയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ലോകാന്ത്യം വരെ ഞങ്ങൾ സ്നേഹത്തിലും ബഹുമാനത്തിലും ഒന്നായി ജീവിച്ചു കൊള്ളാമെന്ന് ഏറ്റുപറഞ്ഞ് നീ ഞങ്ങൾക്ക് തരുന്ന മക്കളെ നിന്റെ മക്കളായി ഞങ്ങൾ വളർത്തിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് ബൈബിൾ തൊട്ട് സത്യം ചെയ്ത മാതാപിതാക്കൾ
തന്നെ ഈ മക്കളുടെ കഴുത്തിന് കത്തിവെക്കുന്നു. ശരിയല്ലേ എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഫലമോ അവർ വളർന്നു വരുമ്പോൾ കഞ്ചാവ് കച്ചവടക്കാരനും മയക്കുമരുന്നിന് അടിമയും മയക്കുമരുന്ന് വിൽക്കുന്നവനും. കാരണം അവൻ ചിന്തിക്കുന്നത് എങ്ങനെ പണം കൂടുതൽ സമ്പാദിക്കാമെന്നാണ്. മയക്കുമരുന്നും മദ്യവും മദിരാക്ഷിയുമായി അവൻ അങ്ങനെ വിലസും. അപ്പോൾ അമ്മയുടെ ഹൃദയം നൊന്തു, അപ്പന്റെ ഹൃദയം തളർന്നു. നിലവിളിയായി, പരാക്രമമായി, ധ്യാനമന്ദിരങ്ങളിൽ ഓടിക്കയറലായി. ഒരുത്തിനും രക്ഷയില്ല. ഒരാളുടെ പക്കലും രക്ഷ എന്ന രണ്ടക്ഷരം കാണാനില്ല. കൗൺസിലിംഗ് ചെയ്തു നോക്കി. ഭൂമിയിൽ കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ കൗൺസിലറെ കൊണ്ടു മകനെ കൗൺസിൽ ചെയ്യിച്ചു. കൗൺസിലർ പറഞ്ഞു, കുട്ടിക്ക് ശൈശവം നഷ്ടപ്പെട്ടു പോയി. അതെ, കുട്ടിക്ക് ശൈശവമില്ല എന്ന് വെച്ചാൽ കുട്ടി ശൈശവത്തിൽ അഭ്യസിക്കേണ്ടതായ വചനമൂല്യങ്ങൾ അവൻ അഭ്യസിച്ചില്ല. അതിനാൽ അവനിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ല. പകരം അവനിൽ വസിക്കുന്നത് സാത്താന്റെ ആത്മാവാണ്. ഇത് നമ്മോട് കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിത്വം പറഞ്ഞാൽ നമ്മൾ അവനെ വെട്ടിക്കൊല്ലും. കാരണം നമ്മുടെ മകനെ അത്രമാത്രം ആരോമലായിട്ടാണ് വളർത്തുന്നത്. അവൻ വളർന്നു വന്നിട്ട് വേണം ഒരു IAS കാരനായിട്ട് ഈ രാജ്യത്തെ തലകീഴ് മറിച്ച് എന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ച് തരുവാൻ. ഇപ്പൊ നമ്മൾ കാണില്ലേ ചുറ്റും IAS കാരും IPS കാരും ഒക്കെ ചെയ്ത് കാട്ടിക്കൂട്ടുന്നത്. ഇത് തന്നെയാണ് അവനും ചെയ്യാൻ പോകുന്നത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, കുട്ടീനെ വചനം പഠിപ്പിക്കുമ്പോൾ അതിനെ നിങ്ങൾ ചെയ്യുന്നത് പോലെ അല്ല പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു കുട്ടിയെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ദേവാലയത്തിൽ കൊണ്ടുവച്ചു, മാമോദീസ മുക്കി കൊണ്ടുവന്നു. അതിനൊരു തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും ഉണ്ട്. അവർക്ക് വയറു നിറച്ച് ശാപ്പാട് കൊടുത്തു. അവരിറങ്ങിപ്പോയി. പിറ്റേ ദിവസം തൊട്ട് കുട്ടി വളരെയായി. കുട്ടി വളർന്നു, 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായമായി. ആ കുട്ടീനെ കൊണ്ടുപോയി ഒരു പുഴുക്കുത്തി പിടിച്ച ഒരു ചെടിയുടെ കടയ്ക്ക് കൊണ്ടുവച്ചു. ആ ചെടി നിറച്ചു പുഴുക്കുത്ത. ആ ചെടിയിൽ നിന്നാണ് ഈ കുട്ടി പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ, വ്യക്തമായിട്ട് പറഞ്ഞാൽ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുന്നത് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന യുവാവോ യുവതിയായിരിക്കും. അവർക്ക് തന്നെ ദൈവം എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെയാണ് അവൻ ഈ പൈതലിനെ ദൈവചിന്തയിൽ വളർത്താൻ പറ്റുക? അവന് അറിയുന്നത് അവൻ പറഞ്ഞു കൊടുത്തു. കുട്ടി കേട്ടു, കുട്ടി സമ്മതിച്ചു, തലകുലുക്കി. ബൈബിള് വായിക്കുമോനെ, ബൈബിള് വായിച്ചു. കുർബാനയ്ക്ക് കൂടാൻ പഠിക്കണം, അത് പഠിച്ചു. കുർബാനയ്ക്ക് കൂടും, ആൾത്താരയിൽ വരും, പ്രാർത്ഥിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ അടിത്തറയില്ല. ആ കുട്ടിക്ക് എങ്ങനെയാണ് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ എന്നുള്ള വലിയ കുരിശിന്റെ ചിഹ്നം എങ്ങനെ വരയ്ക്കണമെന്ന് അവനറിയില്ല. അവന്റെ കുറ്റമല്ല, അവന്റെ അമ്മയുടെയും അപ്പന്റെയും കുറ്റം. അവൻ എപ്പോഴും കുരിശ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അവന്റെ തള്ളവിരലിന്റെ ഈ പള്ള സൈഡ് കൊണ്ട് ഇങ്ങനെയാണ് വരയ്ക്കുക. ഇങ്ങനെ. ഇതല്ല കുരിശ് വര. കുരിശ് വരയ്ക്കുമ്പോൾ നിന്റെ തള്ളവിരലിന്റെ വയറുഭാഗം ഉപയോഗിച്ച് നീ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് വേണം പിതാവിന്റെയും എന്ന് പറയുവാൻ. എന്നിട്ട് വേണം പുത്രന്റെയും എന്ന് പറയുവാൻ. അതിന് അവനറിയില്ല. അവന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനത് പഠിച്ചിട്ടില്ല. അത് കഴിഞ്ഞു, സന്ധ്യാസമയം വന്നു, പള്ളിയിൽ മണിയടിച്ചു. അതവന് വിഷയമുള്ള കാര്യമല്ല. എന്തിനാണ് സന്ധ്യാസമയത്ത് ദേവാലയത്തിൽ മണിയടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൻ പറയും, കപ്പ്യാര് സങ്കീർത്തി പൂട്ടിപ്പോവാൻ അടിക്കുന്ന മണിയാണ്.
അവനതേ അറിയൂ. പറയുമ്പോൾ അവൻ കുർബാനയ്ക്ക് കൂടുന്ന അൾത്താർ സംഘം ലീഡറാണ്. അവന്റെ അപ്പൻ വേദോപദേശം പഠിക്കുന്ന ഹെഡ് മാസ്റ്ററാണ്. അവന്റെ അമ്മ വേദോപദേശം പഠിപ്പിക്കുന്ന അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്ററാണ്. അവന്റെ അപ്പന്റെ പെങ്ങൾ തിയോളജിയിൽ ബിരുദാനന്ദ ബിരുദമെടുത്ത കന്യാസ്ത്രീയാണ്. പക്ഷേ കുട്ടിക്ക് ഇതൊന്നും ബാധകമല്ല. കുട്ടിയെ പഠിപ്പിക്കാൻ ഇവർക്കാരും നേരമില്ല. ഇവരെല്ലാവരും വ്യഗ്രചിന്തയോടുകൂടി ഓടുകയാണ് എന്തോ എടുക്കുവാൻ വേണ്ടി. വചനത്തിലൊരു ഭാഗം കാണാം. നിധി ഒളിപ്പിച്ചിരിക്കുന്ന വയൽ കണ്ടെത്തിയാൽ മറ്റെല്ലാം ഉപേക്ഷിച്ച് അവൻ ആ വയൽ സ്വന്തമാക്കും. ആ വയൽ സ്വന്തമാക്കിയാൽ അവനത് ആത്മാവിന് ഗുണമാണ്. പക്ഷെ അവൻ കിടന്ന് പരിശ്രമിച്ചോടുന്ന ഈ വയൽ സ്വന്തമാക്കിയാൽ അതവന് ആത്മാവിന് ഗുണകരമല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോ നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിയ മാതാപിതാക്കളെ, ദേവാലയങ്ങളിൽ വേദോപദേശം പഠിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വൈദികൻ വെറും 3 കൊല്ലത്തേക്കാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ അങ്ങേര് വേറെ ഇടവകയിൽ പോകും. വൈദികന്റെ ഈ 3 കൊല്ല കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യാനാകും? ഇടവകേനെ ഐക്യത്തിൽ കൊണ്ടുപോകണം, പെരുന്നാൾ നടത്തിക്കൊണ്ടുപോകണം, ഒപ്പീസിൽ ചെല്ലണം, മരിച്ചവരെ അടക്കണം, അവർക്ക് കുർബാന ചെല്ലണം, ഒപ്പീസ് ചെല്ലണം. അനവധി കാര്യങ്ങൾ ആ വൈദികനുണ്ട്. നമ്മുടെ മക്കളെ നോക്കാൻ വൈദികനും നേരമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മക്കളെ വേദോപദേശം പഠിപ്പിക്കുമ്പോൾ ചെറിയ ഇളം പ്രായമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് 3-4 വയസ്സ് മുതൽ നമ്മൾ അവരെ അഭ്യസ്തവിദ്യരായ തിയോളജി പഠിച്ച ആ കന്യാസ്ത്രീകളുടെയോ വൈദികരെയോ സമർപ്പണ മൂല്യമുള്ള അവരുടെ കീഴിൽ അഭ്യസിക്കാൻ വിടണം. അപ്പൊ അവൻ ദൈവത്തിന്റെ പൈതലായി വരും. അവൻ നാടിന് നന്മയുള്ളവനാകും, ദേശത്തിന് കീർത്തി കൊണ്ടുവരും. മറിച്ച് നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ട്യൂഷൻ സെന്ററുകളിലും മറ്റുള്ള അധികാര സ്ഥാനങ്ങളും കൊണ്ടാക്കിയാൽ അവൻ നശിച്ചു പോകും. ഇന്നിന്റെ ഏറ്റവും വലിയ ശാപമാണ് മയക്കുമരുന്ന്. ഒരു കുട്ടിയോട് മയക്കുമരുന്ന് എന്താന്ന് ആ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചാൽ അമ്മ കൈമലത്തും. കാരണം അമ്മയ്ക്ക് അറിയില്ല എന്താണ് മയക്കുമരുന്ന്. അമ്മ ടേസ്റ്റ് അറിയില്ല, അമ്മ അനുഭവിച്ചിട്ടില്ല, അത് സുഖം കണ്ടിട്ടില്ല. മറിച്ച് 4 വയസ്സുള്ള നിന്റെ മകനോട് ചോദിച്ചു നോക്കിയാൽ അവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും, അമ്മയെ ഇക്കാന്റെ കടയിൽ കിട്ടുന്ന നാരങ്ങ സ്വത്തി മിഠായിയാണ് ഈ മയക്കുമരുന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഈ നാരങ്ങ സ്വത്തി മിഠായി കഴിക്കുമ്പോൾ തലയ്ക്കൊരു കിറുക്കുണ്ട്. അപ്പൊ അവൻ 1 പകരം 10 വാങ്ങും, അവന്റെ കൂട്ടുകാർക്കും കൊടുക്കും. അതേസമയം അവന്റെ അമ്മയ്ക്ക് ഇതെന്താണെന്നറിയില്ല. 4 ദിവസം കഴിയുമ്പോൾ ഈ നാരങ്ങ സ്വത്തി മിഠായി കിട്ടിയില്ലെങ്കിൽ അവൻ അമ്മോട് പറയും, കാശിടിക്കടി, എനിക്ക് നാരങ്ങ സ്വത്ത് വാങ്ങണം. അമ്മ പറയും, മോനെ, എന്റെ മോൻ ഇന്ന് തിന്നണ്ട, നാളെ അമ്മ വാങ്ങിത്തരാം. അപ്പോ മറച്ചു പിടിച്ചിരിക്കുന്ന കത്തിയെടുത്ത് കഴുത്തിൽ വെച്ച് തരും. കാശുണ്ടോ? അത് കഴുത്ത് വേണോ? ഏതാ വേണ്ടേ? അപ്പോ കാശ് കൊടുക്കും. അവൻ വിജയിച്ചു. അവനത് കൊണ്ടു ചെന്നപ്പോൾ കാന്റെ കടവക്കാരൻ പറഞ്ഞു, മോനെ, നാരങ്ങ സ്വത്തിനേക്കാളും നല്ല എക്ലയർ വന്നിട്ടുണ്ട്, വേണോ? ആ, ആയിക്കോട്ടിക്കാ. എക്ലയർ വാങ്ങി. കഴിച്ചപ്പോ അവന് മനസ്സിലായി വൈകുന്നേരം കഴിക്കാവൂ എന്ന് പറഞ്ഞ തന്നുവിട്ടത്. വൈകുന്നേരം 3 കഴിഞ്ഞ് അവൻ കഴിച്ചു. അവൻ അങ്ങനെ തന്നെ പൊന്തിപ്പോയി. അവൻ തന്റെ ചിന്താമണ്ഡലം വിട്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നറിയാതെ അവൻ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ അവൻ ഉറങ്ങിപ്പോയി.
പിറ്റേ ദിവസം വന്നു, ഇക്ക ആ മിഠായി ഉണ്ടോ? പൊന്നുമക്കളെ, സഹോദരങ്ങളെ, ഒരു 4 വയസ്സായ കുട്ടിയുടെ അമ്മയായിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എനിക്ക് മക്കളായിരിക്കും. അതുകൊണ്ടാണ് വേദനയോടെ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ IAS-നും IPS-നും അല്ല പഠിപ്പിക്കേണ്ടത്, ദൈവത്തെ അറിയാൻ പഠിപ്പിക്കുക. ദൈവം ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും പറഞ്ഞു പഠിപ്പിക്കുക. അവൻ ഭൂമിയിൽ തനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തതെല്ലാം അവർക്ക് വിവരിച്ചു കൊടുക്കും. നിയമാവർത്തന പുസ്തകം വളരെ വ്യക്തമായിട്ട് മോശ പറയുന്നു, നിങ്ങൾ ചെല്ലുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള മക്കൾക്ക് നിങ്ങളുടെ പിതാവായ ദൈവം എങ്ങനെയാണ് നിങ്ങളെ അവരിൽ നിന്നും ഈജിപ്ത് ദേശത്തു നിന്നും തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ ഈ തേനും പാലും ഒഴുകുന്ന ദേശത്ത് സ്വന്തമാക്കി തന്നതെന്ന് നിന്റെ മക്കളോട് നീ പറഞ്ഞു പഠിപ്പിക്കണം. നമുക്ക് നേരണ്ട, നമ്മൾ ചെയ്യാറുണ്ട്, നമുക്കതിൻ്റെ ആവശ്യമുണ്ട്. ഈ മക്കൾ വളർന്നു വരുമ്പോൾ അമ്മയെ കൊണ്ടുപോയി ഒരു അനാഥാലയത്തിലാക്കും, അപ്പനെ കൊണ്ടുപോയി വേറൊരു അനാഥാലയത്തിലാക്കും. അനാഥാലയങ്ങളുടെ എണ്ണം വർദ്ധിക്കും. പ്രിയമുള്ളവരെ, വചനം പഠിപ്പിക്കേണ്ടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വചനം പഠിപ്പിക്കുകയും അവരുടെ കൊത്തിയെടുത്ത ഒരക്ഷരം പോലും കുറിക്കാത്ത അവരുടെ ഹൃദയ ഫലകത്തിൽ നിങ്ങൾ ആദ്യം അക്ഷരം എഴുതേണ്ടത് വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ എന്ന വാക്യമാണ്. അവിടെ നിന്ന് നിങ്ങൾ അവരുടെ ഹൃദയത്തിൽ എഴുതി പഠിപ്പിക്കണം. എന്ത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന ത്രിത്വിക ദൈവം ഏകത്വമാകുന്നു എന്ന്. അപ്പോൾ അവന് സംശയം വരും. അപ്പൊ അവൻ ചോദിക്കും, പിതാവ് ഒരു വ്യക്തിത്വമാണ്, പുത്രൻ വേറൊരു വ്യക്തിത്വമാണ്, പരിശുദ്ധാത്മ മറ്റൊരു വ്യക്തിത്വമാണ്. അപ്പോൾ എങ്ങനെയാണ് അമ്മേ മൂന്നും കൂടി ഒന്നാവുന്നത്? ഞാനൊരു വ്യക്തിത്വം, അമ്മ ഒരു വ്യക്തിത്വം, അപ്പനൊരു വ്യക്തിത്വം, നമ്മൾ മൂന്നും കൂടി ഒന്നാവുമോ? അതെങ്ങനെയാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ അമ്മയ്ക്ക് അറിയണേ. അമ്മയ്ക്ക് അറിയണമെങ്കിൽ അമ്മയുടെ അമ്മ പഠിപ്പിക്കണേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിന്റെ രക്തം കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. പുത്രന്റെ ചുടുനിണം തൂക്കം കൊടുത്ത് വാങ്ങിയവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ ഭൂമിയിലുള്ള സകല ജനപദങ്ങളും അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതെ, അവന്റെ രക്തത്തിനു മാത്രമേ നിങ്ങളെ വീണ്ടെടുക്കാനാകൂ. മറ്റൊരു രക്തത്തിനും നിങ്ങളെ പാപത്തിന്റെ കറകളിൽ നിന്നും മോചിപ്പിക്കാനാകില്ല. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നൊരു നല്ല ഞായറാഴ്ചയാണ്. മക്കളെയും കൊണ്ട് സിനിമയ്ക്ക് പോകാം, മക്കളെയും കൊണ്ട് കല്യാണത്തിന് പോകാം, മക്കളെയും കൊണ്ട് ടൂറ് പോവാം, എല്ലാം പോവാം. ചോദിച്ചു നോക്കിയാൽ വേദോപദേശത്തിന് പോയോന്ന്, അത് പിന്നെ പോവാം. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ വേദോപദേശം ഇങ്ങനെയാണ്. നമ്മുടെ വേദോപദേശത്തിന് നമുക്ക് നമ്മുടേതായ സ്ഥലകാല മാനങ്ങളുണ്ട്. നാം വേദോപദേശം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട പഠനമായിട്ടാണ് കാണുന്നത്. കാരണം എൻ്റെ മോന് ഹിന്ദി പഠിപ്പിക്കാൻ ഹിന്ദിക്ക് ടീച്ചർ, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷിന് ടീച്ചർ. ഈ പഠിപ്പിക്കുന്നവരൊക്കെ MA-ക്കാരും മറ്റുള്ളവരായിരിക്കും. സയൻസ് പഠിപ്പിക്കാൻ സയൻസിന്റെ ടീച്ചർ, മലയാളം പഠിപ്പിക്കാൻ മലയാളത്തിന്റെ ടീച്ചർ. ഇതൊക്കെ വെച്ച് പഠിപ്പിച്ചിട്ടും അമ്മ എന്ന് എഴുതാൻ അവരറിയില്ല. അമ്മ പറയുകയാണ്, മോനെ അമ്മ എന്നൊന്ന് എഴുതിയേ. അപ്പൊ അവൻ ചോദിക്കും, അമ്മ ഇരിക്കുന്നതല്ല അമ്മേ ഞാൻ എഴുതണേ. ഇതാണ് അവസ്ഥ. കാരണം അവനറിയില്ല
എന്താണ് അമ്മ എന്ന്. കാരണം നീ അവനെ ഗർഭം ധരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. നീ കർത്താവിന് വാക്കു കൊടുത്തിട്ടില്ല. കർത്താവിനോട് വന്ന് ചോദിച്ചു, എന്റെ മകനിൽ നിന്നും എന്റെ മക്കളെ നിനക്ക് തന്നാൽ നീ അവരെ എന്റെ മക്കളായി വളർത്താൻ തയ്യാറാണോ? നീ അവനിൽ നിന്നും മക്കളെ സമ്പാദിക്കാൻ ഒരുക്കമാണോ? നീ തല അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടി. എന്താ അർത്ഥം? അത് വേണ്ട കർത്താവേ, ഇത് ഭയങ്കര ഒരു പണിയുള്ള പണിയാണ്. സ്വന്തമായിട്ട് പ്രവേശിച്ചാൽ ഭയങ്കര വേദന, സിസേറിയൻ ചെയ്താൽ അതിനേലേറെ വേദന. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം. ഞാൻ 6 മാസം അങ്ങേരെ കൂടെ ജീവിക്കാം, അത് കഴിയുമ്പോൾ അങ്ങേരെ മാറ്റി വേറെ ആളെ പിടിക്കാം. അതുപോലെ കർത്താവേ, ഒരു വിട്ടുവീഴ്ച ചെയ്തോട്ടെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്ത്രീജനങ്ങൾ. ഏത് സ്ത്രീയുണ്ട് പതിവ്രതയായിട്ട്? കർത്താവ് ചോദിച്ചു, നിങ്ങളിൽ ആരുണ്ട് പാപം ചെയ്യാത്തവൻ? എന്നാൽ അവൻ ആദ്യം കല്ലെറിയട്ടെ. വേശ്യാവൃത്തിക്ക് പിടിച്ചുകൊണ്ടുവന്നവളെ അവന്റെ മുമ്പിൽ നിർത്തിയിട്ട് അവർ ചോദിച്ചു, കർത്താവെ, ഇവൾ വേശ്യാവൃത്തിക്ക് പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ നിയമം പഠിപ്പിക്കുന്നു ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അതെ, കടുപ്പമാണ് നിയമം. അപ്പൊ ചോദിക്കുകയാണ്, നീ എന്തു പറയുന്നു? അവൻ നിശബ്ദനായിരുന്നു. തിരക്ക് കൂട്ടിയപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണോ പാപം ചെയ്യാത്തവൻ അവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. കല്ലും വെട്ടത്തേക്ക് എടുത്തവരുണ്ടായിരുന്നു. അവരൊക്കെ അത് ഒടിച്ചു പോയി. എന്താ പറ്റിയേ? അവളുമായിട്ട് ശയിക്കാത്തവരായി അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും അവളുമായിട്ട് പാപം ചെയ്തവരായിരുന്നു. പിന്നെ എങ്ങനെ അവരറിയും? അവർക്കെല്ലാം അവിടെ ഇട്ടുപോയി. കർത്താവ് അവരോട് ചോദിച്ചു, മോളെ, നിന്നെ അവരാരും വിധിച്ചില്ലേ? അവൾ വളരെ സങ്കടപൂർവ്വം പറഞ്ഞു, കർത്താവെ, അവരാരെന്നെ വിധിച്ചില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. കർത്താവെ, അവരാരും എന്നെ വിധിച്ചില്ല എന്ന് പറയുമ്പോൾ ആ മകളുടെ ഹൃദയത്തിന്റെ തരളിതമായ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. അവളെ ഹൃദയം പെരുമ്പറ മുഴക്കുകയാണ്. ഇവൻ എന്ത് വിധിയാണോ എനിക്ക് തരാൻ പോകുന്നത്, ഇവൻ എന്നെ എന്താണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ള വ്യസനം മൂലം അവളുടെ ഹൃദയം കിടന്ന് പെരുമ്പറ കൊട്ടുകയാണ്. അപ്പോൾ ഇതാ വചനം വരുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ മോശമായതൊന്നും ചെയ്യരുത്. ഇതാണ് മക്കളെ നമ്മുടെ തമ്പുരാൻ. ഇതാണ് മക്കളെ നമ്മുടെ കർത്താവ്. ഈ കർത്താവിനെയാണ് യൂദാസ് 30 വെള്ളിക്കാശ് വെറ്റിക്കൊടുത്തത്. അവനൊരു 100 വെള്ളിക്കാശ് വേണം നിങ്ങളിപ്പോ കൊടുക്കുമായിരുന്നില്ലേ? യൂദാസെ 30 കാശ് വെറ്റി കൊടുക്കണം, ഞങ്ങൾ 500 കാശ് ഞങ്ങളുടെ കർത്താവ് എങ്ങനെ വിട്ടേക്കെന്ന് പറയില്ലേ? പറയില്ലാട്ടാ. നിങ്ങള് അവനോട് വില പേശും. നീ മുത്തണ്ട, ഞങ്ങൾ മുത്തോളാം, ഞങ്ങൾക്കൊരു 50 കാശ് എന്നാ പറയും. അതെ, വാസ്തവമാണ് ഞാൻ പറയുന്നത്. ദേവാലയത്തിൽ വന്നാൽ കുർബാന എന്തെന്നറിയില്ല. കുർബാന സ്വീകരണത്തിന് വന്നാൽ എനിക്ക് വേണ്ട, അവര് കൊടുത്തോ. ഇനി കുർബാന സ്വീകരിക്കാൻ നിന്നാൽ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ പുലി അല എന്നാ ഞാൻ എനിക്ക് തന്നെ കച്ച എടുത്തു, അതൊരേറാ. അവരെ വീട്ടിൽ പോയി വീണോ, അത് അപ്പുറത്താളുടെ മടിയിൽ വീണോ, അവന്റെ വായിൽ വീണോ ഒന്നും വീണറിയില്ല. എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്താണ് അതിന്റെ അവസ്ഥ? എന്ത് മനസ്സിലാക്കുന്നു? അവനത് ചെയ്യുന്നത് അവന്റെ കുറ്റമല്ല, അവന്റെ അറിവില്ലായ്മയാണ്. അവൻ ഈ അറിവ് പകർന്നു കൊടുക്കാഞ്ഞത് അവന്റെ അപ്പനും അമ്മയാണ്. അവരവനെ പഠിപ്പിച്ചില്ല. ഇത് പരിശുദ്ധ കുർബാനയാണ് മോനെ, ഇത് കർത്താവിന്റെ ശരീരമാണ് മോനെ, ഈ ശരീരം പങ്കുവെച്ചിട്ടാണ് എനിക്കും നിനക്കും എല്ലാവർക്കും ഈ ഭൂമിയിലെ സകല ജനപദങ്ങൾക്കും അവിടുന്ന് തന്നത് എന്നേക്കുമായി വീണ്ടെടുക്കുവാൻ. ആ യാഥാർത്ഥ്യം അവനറിയില്ല, അവനത് പഠിപ്പിച്ചിട്ടില്ല. അവൻ പഠിച്ചിട്ടുള്ളത് ഏത് സിനിമയിലെ പോസ്റ്റർ കാണിച്ചു കൊടുത്തോ അവൻ പറയും മമ്മൂട്ടി എത്ര കാലുണ്ട്, മോഹൻലാൽ എത്ര നാക്കുണ്ട്, മോഹൻലാൽ ചെരിഞ്ഞു നടക്കൂ, വളഞ്ഞു നടക്കൂ, ഇതൊക്കെ അവൻ പറഞ്ഞു.
ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ അന്ത്യവിധി സമയത്ത് രക്ഷിക്കാനുണ്ടാവില്ല. പൊന്ന് കൊച്ചു ത്രേസ്യ ചേച്ചി, നിന്റെ മക്കളെ ദൈവത്തിന്റെ മക്കളായി വളർത്തേണ്ട ചുമതല നിനക്കുണ്ട്. അവരങ്ങനെ വളർത്താൻ അവൾ അനുസരണക്കേട് കാണിച്ചാൽ അവരെ ശിക്ഷണം കൊടുത്ത് നിന്റെ കൂടെ നിർത്തണം. അതെ, ഒരാത്മാവ് പോലും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല. ആരു മുഖാന്തരമാണോ ഒരാത്മാവ് നാശത്തിലേക്ക് പോകുന്നത്, അവനതിന് വില കൊടുക്കേണ്ടി വരും. നമ്മളപ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവിന്റെ വില നമ്മൾക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. ആയതുകൊണ്ട് മക്കളെ കൊച്ചുപ്രായത്തിൽ ദേവാലയത്തിൽ കൊണ്ടുപോയി ദൈവശാസ്ത്രം പഠിപ്പിക്കുക. കൊച്ചുമക്കളെ ദൈവശാസ്ത്രം പഠിപ്പിക്കുവാൻ ആ ദേവാലയത്തിന് കീഴിലുള്ള എല്ലാ സന്യസ്തരും ഒരുപോലെ അതിന് ഉപയോഗിക്കപ്പെടണം. കാരണം അൽമായർക്ക് ഇത്ര മാത്രമേ വചനത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. ആയതാൽ നമ്മുടെ മക്കളെ നമ്മൾ ദൈവശാസ്ത്രത്തിൽ അറിവുള്ളവരാക്കണം. എന്നിട്ട് നിങ്ങൾ സ്കൂളിലെ പഠിപ്പ് കൊടുത്തു നോക്കൂ. അവൻ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ സ്കൂളുകളിൽ വെച്ചടി കയറ്റമായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി ഉയരങ്ങളിലേക്ക് അവൻ സഞ്ചരിക്കും. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിക്കോ, എല്ലാ ശാസ്ത്രജ്ഞന്മാരും ദൈവത്തിൽ അധിഷ്ഠിതരായിരുന്നു. തുടക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയാലും അവസാനം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, അവർ തിരിച്ചറിഞ്ഞു ദൈവത്തിന് മാത്രമേ ഈ പ്രക്രിയയിൽ എന്നെ സഹായിക്കാനാവൂ എന്ന് മനസ്സിലാക്കി. അവർ താണു വീണ് ചോദിച്ചു, അറിവ് തരണമേ എന്ന്. സോളമൻ ചോദിച്ചു, നിന്നെ മകനെ നിനക്ക് എന്തു വേണം? സമ്പാദ്യം വേണോ, സമ്പത്ത് വേണോ, എന്തു വേണം? അവൻ താഴ്മയോട് പറഞ്ഞു, കർത്താവേ, നിന്റെ ജനത്തെ ഭരിക്കാൻ, നിന്റെ ജനത്തെ നിന്നിൽ അധിഷ്ഠിതമായി വളർത്താൻ വേണ്ടുന്ന അറിവ് തന്നാ മതി. അറിവ് തന്നാലും കർത്താവേ. അതെ, ഇതാണ് ബുദ്ധിമാന്റെ ആവശ്യം. അവിടേക്ക് നമ്മൾ എത്തണം. നമ്മളങ്ങനെ ചോദിക്കണം, കർത്താവേ, എനിക്ക് അറിവ് തരണേ. എന്റെ മക്കളെ നിന്നിൽ നിന്നും ഞാൻ എന്റെ ഭർത്താവ് വഴി സമ്പാദിച്ച എന്റെ മക്കളെ നിന്റെ മക്കളാക്കി വളർത്തുവാൻ വേണ്ടുന്ന അറിവ് നീ എനിക്ക് പകരണമേ. ഇവിടെ നേരം അമ്മ കളക്ടറേറ്റിൽ കളക്ടർ, അപ്പൻ കളക്ടറേറ്റിൽ കളക്ടർ. പിന്നെ ആ കുട്ടീനെ ആര് പഠിപ്പിക്കും? പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട്, നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അപ്പാപ്പനെയും അമ്മാവനെയും ഒഴിവാക്കി. അവര് ഏതോ ഒരു അനാഥശാലയല്ല. പിന്നെ അവരാരും ദൈവവചനം പറഞ്ഞു കൊടുക്കും? നിങ്ങൾ വ്യക്തമായി ഓർത്തോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തധികാരത്തിലാണ് നീ ഇത് പറയുന്നതെന്ന്. കർത്താവിനോട് ചോദിച്ചത് തന്നെയാ, എന്തധികാരത്തിലാണ് നീ ഇത് പറഞ്ഞതെന്ന്. അവൻ പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുകയും 3 ദിവസം കൊണ്ട് ഞാനിതിന് പടുത്തുയർത്തു. അവിടേക്ക് ഞാൻ പോകണില്ല. എന്നാലും എന്റെ കടമയാണ് ഞാൻ ചെയ്യുന്നത്. ഈ കടമ പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഞാനിത് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഒരു കുഞ്ഞു പോലും, ഗർഭസ്ഥിൽ ഉരുവായൊരു ശിശു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയോ മക്കള് മുല കിട്ടാണ്ടും വെള്ളം കിട്ടാണ്ടും അന്യനാടുകളിൽ യുദ്ധം മൂലം, ഭീഷണി മൂലം കരയുന്നു. മക്കളെ, നിങ്ങൾക്ക് ഇവിടെ പരമസുഖമല്ലേ? നിങ്ങൾ ചിന്തിച്ചണ്ട ഇത് നിങ്ങൾ നേടിയതാണോ എന്ന്. നിങ്ങൾ നേടിയതല്ല, നിങ്ങളുടെ പൂർവികന്മാർ നേടിവെച്ചതിന്റെ അംശമാണ് നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്നത്. നിങ്ങളോടുകൂടി അത് അവസാനിക്കും. കാരണം പിന്നാലെ വരുന്ന തലമുറയെ നിങ്ങൾ ദൈവ വിശ്വാസത്തിൽ വളർത്തിയിട്ടില്ല.
അതുകൊണ്ട് നിങ്ങളെല്ലാം തച്ചു മുടക്കും. അപ്പൊ ഞാൻ നിർത്തുകയാണ്. മക്കളെ ദൈവത്തിന്റെ മക്കളായി വളർത്താൻ ദേവാലയങ്ങളിൽ വേദോപദേശം പഠിപ്പിക്കാൻ തുനിയുക. 4 കൊല്ലം വേദോപദേശം പഠിപ്പിച്ചാൽ മതി. 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവന്റെ ഹൃദയത്തിൽ ദൈവം ആരെന്നും, ദൈവം എന്താണെന്നും, ദൈവം എങ്ങനെയാണെന്നും, ദൈവം എന്തുകൊണ്ട് പീഡാസഹനം സഹിച്ചു എന്നും മനസ്സിലാവും. പിന്നെ അവൻ വിളക്കുമണി അടിക്കുമ്പോൾ കൊന്ത ചെല്ലാൻ വരും. പിന്നെ അവൻ അപ്പാപ്പനും അമ്മാവനും കണ്ട ചിരിക്കാൻ നോക്കും. പിന്നെ അവൻ അമ്മ പറഞ്ഞാൽ അനുസരിക്കാൻ വരും. പഠിക്കാൻ പറയേണ്ട കാര്യമില്ല, അവൻ പഠിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം കൃപാലുവാണോ എന്നൊന്നറിയാൻ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.